ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് മദീന മാളിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ മലബാർ തട്ടുകടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളായിട്ട് പങ്കിടാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഗായ്സ്, ഈ മദീന മാളിൻ്റെ അകത്തുള്ള ഈ ഒരു മലബാർ തട്ടുകട ഒരു ബോട്ട് തീമിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഒരു ബോട്ടൊക്കെ ഉണ്ട് ഈ സൈഡിൽ, നിങ്ങളിപ്പോൾ കണ്ടല്ലോ. ഈ സൈഡിൽ ഒരു ബോട്ട് പോലെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കയറി കാണിച്ചു തരാം. പിന്നെ ഗൈസ്, സോറി ഫോർ ദ ഡിലേ. നമ്മൾ കുറച്ച് ദിവസമൊക്കെ വീഡിയോ ഒക്കെ ഇടാതിരുന്നു. അത് ഞാൻ ഇനി മാക്സിമം വീഡിയോ ഇടാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കപ്പൽ ഓടിക്കുന്ന ഒരു സ്ഥലം പോലെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ ഓടിക്കുന്ന ഒരു വീഡിയോ ഗൈസ് ഇങ്ങനെ ഇത് ഈ വ്യൂവിലാണ് ഉള്ളത്. പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു കൗണ്ടർ, ബാക്കിലോട്ട് പോകുമ്പോൾ കിച്ചൺ, അങ്ങനെയാണല്ലോ ഉള്ളത്. ഗൈസ്, ഇതുപോലത്തെ ഏകദേശം 5 കടകളെന്തോ ഉണ്ട്. ഇത് മദീന മാളിൻ്റെ അകത്തുള്ള ഒരെണ്ണമാണിത്. അപ്പോൾ ഇതാണ് കേസ് ബോട്ടിൻ്റെ അകത്തുള്ളത്. ഇങ്ങനെ ബോട്ട് പോണതുപോലെ സ്ക്രീനും സൗണ്ട് സ്പീക്കറും അതൊക്കെ വെച്ച് ചെയ്തതാണ്. ഗൈസ്, ഈ ബോട്ടിൻ്റെ അകത്ത് നമ്മൾ ഒരു ശരിക്കുള്ള ബോട്ടിൽ പോണ പോലെ ടി വി ഒക്കെ വെച്ച് ഓരോ ജനൽ പോലെ പണിങ്ങി അവിടെ വെച്ച് ബാക്കിലൊരു വലിയ സ്ക്രീനുണ്ട്. നമ്മളിങ്ങനെ ഒരു വെള്ളത്തിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ 6 സീറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ പുറത്തോട്ട് വരുമ്പോൾ അവിടെ ഒരു കപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ചായയൊക്കെ കുടിക്കാനുള്ള ഇതാണ്. പിന്നെ ഫ്രണ്ടിൽ ഒരു സീറ്റ് ഇട്ടിട്ടുണ്ട്. 6 പേരൊക്കെ ഇരിക്കാം. പിന്നെ ഇവിടെ 2 പേരൊക്കെ ഇരിക്കാനും ഉണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഷിപ്പ് ഓടിക്കത്തില്ല അതുപോലത്തെ ഇത് കൗണ്ടറാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈ കടികൾ അത് അങ്ങനെയൊക്കെ വെക്കുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോഫി അതൊക്കെ ഉള്ള ഏരിയ എന്ന് പറയുന്നത്. ഗൈസ്, സോറി ഫോർ ദ ഡിലേ ഗൈസ്. ഞാൻ കുറച്ച് ദിവസമൊന്നും വീഡിയോ ഇടുന്നില്ലായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഞാനാണെങ്കിൽ സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഇതിലായതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഇനി മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ പ്ലീസ് ഗൈസ്. പിന്നെ നമ്മൾ ഇതിൻ്റെ സ്കൂളൊക്കെ തുറന്ന ഇടയ്ക്ക് വെച്ച് 700 സബ്സ്ക്രൈബേഴ്സ് അടിച്ചായിരുന്നു. പക്ഷേ വീഡിയോ അത് ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഞാനാണെങ്കിൽ വീഡിയോ കുറേ ദിവസം ഇടാതെ വന്നപ്പോൾ കുറേ പേരൊക്കെ നിങ്ങൾ അൺസബ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ 691 അങ്ങനെ എത്രയാണ് ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഗൈസ്, ഞാൻ അത് 700 കണ്ടപ്പോൾ തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ 700 സബ്സ്ക്രൈബേഴ്സ് ഗൈസ് എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ആണെങ്കിൽ കുറച്ച് ദിവസം വീണ്ടും കയറില്ല, അതുകൊണ്ടാണ് ഇത് കുറഞ്ഞത്. പിന്നെ ഗൈസ്, ഈ മാളിൽ തന്നെ ഒരു ഗെയിമിംഗ് സെക്ഷനും കൂടെ ഉണ്ട്. ലോജിടെക്കിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ വെച്ച് ഇതൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഈ മാളെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ നടുക്കി ഇങ്ങനെ വരുന്നത് ഒരു സർക്കസിൻ്റെ അതുപോലെ ഉണ്ടല്ലേ, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അതെങ്ങനെയാണ് അത് പണിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ചുമ്മാ മാളിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു. അച്ഛൻ ഇവിടെ എന്തോ ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ നമ്മൾ വെറുതെ നിൽക്കുന്നതുകൊണ്ട് നമ്മളെയും കൂടെ വന്നതാണ്. അപ്പോൾ ഞാനും ഇപ്പോൾ എൻ്റെ അനിയത്തിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവൾ നേരെ ഓടിപ്പോണു, ഞാനും അവളെ പിടിക്കാൻ പോകണം. അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു ഗംബോൾ മെഷീൻ കണ്ടത് ഗൈസ്. അപ്പോൾ നമുക്കൊരു ക്യൂരിയസ് ആയിട്ട് നമ്മൾ നേരെ അച്ഛൻ്റെ അടുത്തോട്ട് പോയിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കോയിൻസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് ഇട്ട് നോക്കി ഗൈസ്. അപ്പോൾ അനിയത്തി എടുത്ത് ഒരെണ്ണം കഴിക്കുവാണ്, ഞാനും ഒരെണ്ണം എടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗംബോൾ മെഷീൻ പോലെ തന്നെ പക്ഷേ പൈസ ഇട്ടിട്ട് ഒരു സർക്കിളിലൊരു ബോക്സ് ഇട്ടു. അതിൻ്റെ അകത്തൊരു ടോയ് ഉണ്ട്, അങ്ങനത്തെ കണ്ടു. അതിൽ നമ്മൾ ഇട്ടു. പക്ഷേ അതിൽ 2 കോയിൻ ഇടണം. ആദ്യം 2 കോയിൻ ഇട്ടിട്ട് കറക്കി ഒരു മെഷീനിൽ വർക്കായില്ല, പക്ഷേ കോയിൻ തിരിച്ച് കിട്ടി. രണ്ടാമത് ഈ ഒരു മെഷീനിൽ കൊണ്ട് നമ്മൾ ഇട്ടിട്ട് നമുക്ക് സാധനം കിട്ടി ഗൈസ്. 2 എണ്ണം കിട്ടി. പക്ഷേ എൻ്റെ അനിയത്തിയാണെങ്കിൽ ഒരു വലിയ ഇതാണ് എടുത്തത്. ഞാനാണെങ്കിൽ അത് വേണ്ട, വേറെ അപ്പുറത്തൊരു ചെറുതുണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ എനിക്കൊരു കുഞ്ഞും അവൾക്കൊരു വലുതുമാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ വരക്കായി. എന്നാലും പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഗൈസ്. അങ്ങനെ എൻ്റെ അനിയത്തിയാണെങ്കിൽ ഒരു ചെറിയ ഗംബോളും ഞാൻ ഒരു വലിയ ഗംബോൾ മെഷീനല്ല, സോറി ടോയ് മെഷീനും. അപ്പോൾ അനിയത്തിയാണെങ്കിൽ അങ്ങനെ വഴക്കുണ്ടാക്കി. അപ്പോൾ ലാസ്റ്റ് അമ്മ പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ നിനക്ക് വേറൊരെണ്ണം വാങ്ങിച്ചിടാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് നിർത്തിയേക്കാണ്. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കാനായിട്ട് ഈ ഒരു കടയിപ്പുഴ നിന്നതാണ് ഗൈസ്. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഗെയിംസൊക്കെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ ട്രൈ ഔട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ടാബിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസ്. എൻ്റെ ടാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാംസങ്ങിൻ്റെ ഒരു ടാബാണ്. അപ്പോൾ അതിൽ കളിക്കാൻ പറ്റുന്ന ഗെയിംസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എനിക്ക് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇടാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഗെയിം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ റോബ്ലോക്സ്, മൈൻക്രാഫ്റ്റ്, ക്യാരം, ഡിസ്ക് പോൾ, പിന്നെ അങ്ങനത്തെ കുറച്ച് ഗെയിംസൊക്കെയാണ് ഞാൻ കളിക്കുന്നത്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവിംഗ് ഗെയിംസിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് മെയിൻലി ഒരു സ്വപ്നമുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് വലിയ യൂട്യൂബറായിട്ട് ഈ ലോജിടെക്കിൻ്റെ സ്റ്റിയറിംഗ് വീൽ വാങ്ങാൻ പറ്റുമെന്ന്.
അപ്പോൾ അത് ഇതുവരെ സാധിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഞാൻ ഒരിക്കൽ ലോജിടെക്കിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഏതൊരു മാളിൽ പോയപ്പോൾ അവിടെ നിന്ന് യൂസ് ചെയ്തതാണ്. മദീന മാളിലല്ല, ഇപ്പം നേരത്തെ കാണിച്ച ഈ മാളിലല്ല, വേറൊരു മാളിലാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഏകദേശം എൻഡ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടിയ 2 സാധനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവൾക്കൊരു പട്ടിക്കുട്ടിയാണ് കിട്ടിയത്. അവൾ കളിക്കുന്ന ഓറഞ്ച് പട്ടിക്കുട്ടി കണ്ടോ. എനിക്ക് കിട്ടിയത് ഈ ഒരു പർപ്പിൾ ബോക്സിൻ്റെ അകത്തുള്ള ഒരു ഏലിയനാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ചിക്കൻ്റെ എന്തോ ഒരു ഐറ്റം ഇപ്പോൾ അവൾ കാണിക്കുന്നുണ്ട്. ഒരു ഫോയിൽ എല്ലിൽ വെച്ചിട്ട് എന്തോ ഒരു സാധനം, എൻ്റെ പേര് കരുതുക. അപ്പോൾ ഹോപ്പ് യു ആർ എൻജോയിങ് അവർ വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നൊരു